ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മസാല ഷവായ് ചിക്കനാണ്. ഇത് നമ്മൾ ഇവിടെ ട്രിവാൻഡ്രം സൈഡിൽ ഗ്രിൽഡ് ചിക്കനെ ഷവായ് ചിക്കൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഷവായ് ചിക്കനിൽ ഗ്രേവിയും കൂടി ഉള്ളതാണ് മസാല ഷവായ് ചിക്കൻ. സാധാരണ ഷവായ് ചിക്കൻ സ്കിന്നോട് കൂടി ഹോൾ ചിക്കനായിട്ടാണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഞാനിന്ന് സ്കിൻ എടുത്തിട്ട് 8 പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഞങ്ങൾക്ക് സ്കിന്നോടെ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ സെർവ് ചെയ്യാനും ഇത് എളുപ്പമായിരിക്കും. ഈ മസാല ഷവായ് ചിക്കൻ എല്ലാ ഐറ്റത്തിൻ്റെയും കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നാൻ, റൊട്ടി, ചപ്പാത്തി, പൊറോട്ട, ഫ്രൈഡ് റൈസ്, ഗീ റൈസ് എല്ലാത്തിൻ്റെയും കൂടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയതാണ്. ഇത് നമുക്ക് എളുപ്പത്തിലും നമ്മുടെ വീട്ടിലുള്ള മസാല വച്ചും ചെയ്യാൻ പറ്റിയതാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വരൂ, വീഡിയോയിലേക്ക് പോകാം. മസാല ഷവായി പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കണം. അതിലേക്ക് നമ്മളിപ്പോൾ ഇവിടെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വിനിഗറിൽ കുതിർത്ത് വച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കാശ്മീരി ചില്ലി വേണമെങ്കിലും വിനിഗറിൽ കുതിർത്ത് വച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഈ മിക്സി ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് ഒരു ചെറിയ കഷണം ഇഞ്ചി, ഒരു 10-15 വെളുത്തുള്ളി, ഒരു 10 ചെറുള്ളി, ഒരു തക്കാളി ചെറുതായിട്ട് വെട്ടിയത്, കുറച്ച് മല്ലിയില, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, അര ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് സാൾട്ട് എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇവിടെ ഒരു ഹോൾ ചിക്കൻ 8 പീസസ് ആയിട്ട് സ്കിൻ റിമൂവ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ആദ്യം അങ്ങനെ പീസസ് ആയിട്ട് സ്കിൻ റിമൂവ് ചെയ്ത ചിക്കൻ മസാല മാരിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ എടുത്തത് ക്യാമറ ഓണായില്ലായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത് അതിന് ശേഷമുള്ള ഒരു പ്രോസസ്സാണ്. ഞാൻ എല്ലാ ചിക്കനിലും ഈ നമ്മൾ അരച്ചെടുത്ത മസാല മാരിനേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഹോൾ ചിക്കൻ സ്കിന്നോട് കൂടി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഇനി മാരിനേറ്റ് ചെയ്ത ചിക്കൻ 2 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കണമെന്നില്ല, പുറത്ത് വച്ചാലും മതി. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 2 മണിക്കൂറായി. ഇനി നമുക്ക് ഇത് ഒരു കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കുക്കറിൽ എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെറുതെ അങ്ങനെ എടുത്ത് വച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് വെയിറ്റ് ഇട്ട് ഒരു 2-3 വിസിൽ വെച്ചാൽ മതി. അത് ചിക്കൻ്റെ വേവ് പൊറുത്ത് നമുക്ക് വിസിൽ വയ്ക്കാമെന്നുള്ളതാണ്. മാരിനേറ്റ് ചെയ്ത ചിക്കൻ കംപ്ലീറ്റ് കുക്കറിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ഇട്ട് ഒരു 3-4 വിസിൽ വെച്ചെടുക്കാം. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല, വിനിഗർ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചെറുള്ളിയുടെയും ആ ഈരപ്പദമുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. കുക്കർ ഓൺ ചെയ്തിട്ട് 4 വിസിൽ വന്നു. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് സ്റ്റീം കംപ്ലീറ്റ് പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. സ്റ്റീം കംപ്ലീറ്റ് പോയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. ഇവിടെ ഒരു പരന്ന കടായി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് എണ്ണ, ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചിട്ട് അത് നല്ലതുപോലെ ചൂടായി കഴിഞ്ഞ ശേഷം ഈ വെന്ത പീസസ് ഓരോന്നായിട്ട് അതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
ചിക്കൻ പീസസൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്ത് മാറ്റാം. നമ്മൾ ചിക്കൻ പീസസൊക്കെ എടുത്ത് മാറ്റി ഇനി നമ്മൾ വച്ചിരിക്കുന്ന ചിക്കൻ വേവിച്ച ഗ്രേവി ഇതിലേക്ക് ഒഴിക്കണം. ഒഴിച്ചിട്ട് നല്ലതുപോലെ കുറുക്കിയെടുക്കണം. ഒരുപാട് ഡ്രൈ ആവണ്ട, കുറച്ച് തിക്ക് ഗ്രേവി ആകുന്നവരെ നമ്മളാക്കിയിട്ട് ഈ പീസസൊക്കെ ഇതിലിട്ട് നമുക്ക് പുരട്ടിയെടുക്കണം. നമ്മുടെ ഗ്രേവി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോരോ പീസായിട്ട് അതിലേക്ക് ഇടാം. ഇട്ട് നല്ലതുപോലെ ആ പീസസിൽ ആ ഗ്രേവി കോട്ടാവുന്നത് വരെ നമുക്ക് വറ്റിച്ചെടുക്കാം. നമ്മുടെ മസാല ഷവായി റെഡിയായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇത് ഞാനിപ്പോൾ സെർവ് ചെയ്യുന്നത് ഫ്രൈഡ് റൈസ്, വെജ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ്. നിങ്ങൾക്ക് ചപ്പാത്തി, പൊറോട്ട, നാൻ, എല്ലാത്തിനും പൂരി, എല്ലാത്തിൻ്റെയും കൂടെയും സൈഡ് ഡിഷായിട്ട് ഗീ റൈസ് എല്ലാത്തിനും പറ്റിയ ഒരു സൈഡ് ഡിഷാണ് ഇത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ള ഒരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.